ചെയ്തതൊരു തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. സ്വയം ഇങ്ങനെ നശിക്കുന്നത് കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല സുഖേട്ടാ. ഞാൻ ചെയ്ത തെറ്റുകൾക്ക് എന്നെ ശിക്ഷിച്ചാൽ മതി, സ്വയം എങ്ങനെ ശിക്ഷിക്കണ്ട. അപ്പൊ അറിയാൻ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്ന്, പക്ഷെ ഈ ഒരു തിരിച്ചറിവ് മാത്രം പോരാ, അതിനാർക്കും കഴിയും. കാരണം ലോകം മുഴുവൻ അറിഞ്ഞു കഴിയുമ്പോൾ നിവൃത്തികേട് കൊണ്ടെങ്കിലും മുഖംമൂടിയൊക്കെ അയച്ചു വെക്കേണ്ടി വരും. അതേ നീ ഇപ്പൊ ചെയ്യുന്നുള്ളൂ. അതിനപ്പുറം ചെയ്തതിനോർത്തൊരു കുറ്റബോധമോ പശ്ചാത്താപമോ ഒന്നും നിനക്കില്ല. ഒന്നും ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു മനസ്സും. അതെന്ന് നിനക്കുണ്ടാവുന്നോ അന്നേ എനിക്ക് നിന്നെ സ്നേഹിക്കാനും കഴിയൂ. എന്നെ സ്നേഹിക്കണ്ട, സുഖേട്ടന് അതിന് കഴിയില്ലെന്ന് എനിക്കറിയാം. പക്ഷെ സുഖേട്ടന് അമ്മയോർത്ത്, സഹോദരങ്ങളെ ഓർത്ത് സുഖേട്ടൻ ഇങ്ങനെ കുടിച്ച് നശിക്കരുത്, സ്വയം ശിക്ഷിക്കരുത്. ഒന്ന് നിന്നേ. ഞാൻ സ്വയം ശിക്ഷ ഏറ്റുവാങ്ങുന്നതിന് സങ്കടമല്ലേ? ആ സങ്കടത്തിനൊരു പരിഹാരമാവാം. ഉണ്ടായിരുന്നൊരു കുപ്പി പൊട്ടിച്ചില്ലേ, ഇന്നൊരെണ്ണം വാങ്ങാൻ തൽക്കാലം ഇരിക്കട്ടെ. അല്ല, ഇനി ഇതും വല്ല മുക്കുമണ്ണോ മറ്റോ ആണോ എങ്കിൽ പറയണോ? ഇനിയും പോലീസിന്റെ കൈ കിട്ടിയാ ചിലപ്പോ ബാക്കി വെച്ചൊന്നും വരില്ല. കേട്ടോ, ഒന്ന് സുഖു ഓഫീസിലേക്കാവും അല്ലേ? അതെ. ഒരു സ്കൂട്ടറോ മോട്ടോർ സൈക്കിളോ വാങ്ങിയ ഈ നടപ്പൊഴിവാക്കി കൂടെ? അമ്മാവൻ കുറച്ച് പണം തന്ന് സഹായിച്ച ബൈക്കല്ല കാർ തന്നെ വാങ്ങാം. എന്തിനാ പണം ഞാൻ തരുന്നേ? തൻ്റെ അമ്മായിച്ചൻ തരില്ലേ? കാറല്ല വിമാനം തന്നെ മേടിക്കാം. ആ പിന്നെ തൻ്റെ ഭാര്യ വീട്ടിലുണ്ടല്ലോ അല്ലേ? എന്തേ? അല്ല, ചില കഥകളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ തൻ്റെ ഭാര്യയെ പറ്റി.
എന്ത് കഥ? അതിപ്പോ തന്നോട് ഞാൻ എങ്ങനാ പറയാ? പറയാൻ പറ്റാത്ത കഥകളൊന്നും അമ്മാവൻ മരുമനോട് പറയണ്ട. പറയുന്നില്ല. പക്ഷേ ആൾക്കാരൊക്കെ പറയുന്നത് കേൾക്കുമ്പോ നാണക്കേട്. ആൾക്കാർ പലതും പറയും. അതൊക്കെ വിശ്വസിച്ച് അമ്മാവൻ എൻ്റെ അടുത്തോട്ട് വരണ്ട. കേട്ടതെല്ലാം നാട് മുഴുവൻ പറഞ്ഞുകൊണ്ട് നടക്കുന്നു ഞാൻ അറിയാനും പാടില്ല. അതിനിപ്പോ നീ എന്നോട് ചൂടാവുന്ന എന്തിനാ? ആൾക്കാർ ഓരോന്ന് പറയുന്നു, ഞാൻ കേൾക്കുന്നു. ചെവി പൊത്തി നടക്കാനൊക്കുമോ? വിധി അല്ല എന്താ? നീ അതോർത്തൊന്നും വിഷമിക്കണ്ട. എനിക്കൊരു വിഷമമില്ല. അമ്മാവനായിട്ട് അത് ഉണ്ടാക്കാതിരുന്നാ മതി. ഞാൻ ഒന്നിനുമില്ലേ. പിന്നെ ആരോ പറയുന്നത് കേട്ടു, ഇപ്പൊ ഏത് നേരവും മദ്യപിച്ച് നടക്കുകയെന്ന്. ജീവിതം തുടങ്ങുന്നേ ഉള്ളൂ, അത് ഓർമ്മ വേണം. രാവിലെ തന്നെ ഉപദേശമായിട്ട് ഇറങ്ങിയതല്ലേ? ഇതൊക്കെ കേട്ട് കേട്ട് മടുത്തതാ അമ്മാവാ. പുതുതായിട്ട് വല്ലതും ഉണ്ടേ പറ. എന്നാലേ ഒരു 10 രൂപ എടുക്കാൻ കാണുമോ? ഓട്ടോ ഏതെങ്കിലും ബാറിലേക്ക് പോട്ടെ. ഒരു 10 രൂപയല്ലേ ചോദിച്ചുള്ളൂ. ആ അമ്മാവൻ എന്ത് രാവിലെ തന്നെ? ഇങ്ങോട്ട് വരാൻ സമയം മുഹൂർത്തം ഒന്നും നോക്കണ്ടല്ലോ, അതുകൊണ്ട് രാവിലെ ഇങ്ങ് പോന്നു. അല്ല, നീ പിന്നെ ഇവിടുന്ന് പോയില്ലേ? എങ്ങോട്ട്? നിന്റെ വീട്ടിലോട്ട്. ഇതെന്റെ വീടല്ലേ? സാധാരണ കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങള് ഭർത്താവിന്റെ വീട്ടിലാണ് താമസിക്കാറ്. ഇതെപ്പോ നോക്കിയാലും ദേ അമ്മാവാ, എന്താ ഞാൻ ഉള്ളതല്ലേ പറഞ്ഞത്? എന്നാ ഞാനും ഉള്ളത് അങ്ങ് പറയട്ടെ. കെട്ടിച്ചു വിട്ട പെങ്ങന്മാരുടെ വീട്ടില് ഏത് നേരം ഇങ്ങനെ കയറി ഇറങ്ങുന്ന ആങ്ങളമാരും അത്ര സുഖമുള്ള ഏർപ്പാടല്ല. അമ്മാവന്റെ ഉദ്ദേശമൊക്കെ എനിക്കറിയാം. സുഗുനെ അമ്മയെ സോപ്പിട്ട് വട്ടച്ചെരുവിനുള്ള അടിച്ചെടുക്കാലോ. ചേട്ടനെ കണ്ടിട്ട് ഒരുപാട് ദിവസമായല്ലോ. ഭദ്രം വന്നില്ലേ എന്ന് ചോദിക്കായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ടാ പോയത്. എടി, വാരിയും വായിച്ചോണ്ട് നിൽക്കാതെ ആ തയ്ക്കാൻ കൊടുത്ത ബ്ലൗസിങ് വായിച്ചോണ്ട് വാ. ഇതാ റെസിറ്റ്. ഏട്ടൻ വാ. വരുന്ന വഴി ഞാൻ സുഗുവിനെ കണ്ടു. ഇപ്പൊ മദ്യപാനം അല്പം കൂടുതലല്ലേ? അല്ല, എങ്ങനെ കൂടാതിരിക്കും? കുടിച്ചു ബോധമില്ലാതെ കിടക്കുമ്പോഴെങ്കിലും ഒന്നും ഓർക്കാതിരിക്കാമല്ലോ. ഞാൻ കുറെ ഉപദേശിച്ചു. എവിടെ? എന്ത് നല്ല തങ്കപ്പെട്ട സ്വഭാവമായിരുന്നു സുഗുവിന്റെ. വല്ലപ്പോഴും ഇത്തിരി മദ്യപിക്കും, അതേ ഉള്ളായിരുന്നു ഒരു സ്വഭാവ ദൂഷ്യം എന്ന് പറയാം. ഇപ്പൊ അതാണോ? ഏത് നേരവും മദ്യമാ. മനുഷ്യർക്ക് വരുന്ന ഒരു മാറ്റമേ. ഇനിയിപ്പൊ അതൊക്കെ പറഞ്ഞിട്ടെന്താ? നന്നാവെങ്കിൽ നന്നാവട്ടെ. അതല്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും നന്നാക്കിയെടുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ആവാം. കെട്ടിയോമാരെ പറഞ്ഞു മനസ്സിലാക്കേണ്ടവരുടെ കയ്യിലിരിപ്പ് തന്നെ ശരിയല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല. സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. എവിടെ? എന്ത് നല്ല തങ്കപ്പെട്ട സ്വഭാവമായിരുന്നു സുഗുവിന്റെ. വല്ലപ്പോഴും ഇത്തിരി മദ്യപിക്കും, അതേ ഉള്ളായിരുന്നു ഒരു സ്വഭാവ ദൂഷ്യം എന്ന് പറയാം. ഇപ്പൊ അതാണോ? ഏത് നേരവും മദ്യമാ. മനുഷ്യർക്ക് വരുന്ന ഒരു മാറ്റമേ. ഇനിയിപ്പൊ അതൊക്കെ പറഞ്ഞിട്ടെന്താ? നന്നാവെങ്കിൽ നന്നാവട്ടെ. അതല്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും നന്നാക്കിയെടുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ആവാം. കെട്ടിയോമാരെ പറഞ്ഞു മനസ്സിലാക്കേണ്ടവരുടെ കയ്യിലിരിപ്പ് തന്നെ ശരിയല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ ദേ വന്ന കാലം നിൽക്കുക. മോളുണ്ടായിരുന്നു ഇവിടെ അല്ലേ? സുമിത്ര എവിടെ? ചേച്ചിക്ക് ക്ലാസ് ഉണ്ട്. ആ, എന്താ മോളെ, മോക്കെങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൂടെ മോടെ ഏട്ടനെ? ഞാൻ പറഞ്ഞാലൊന്നും ഏട്ടൻ കേക്കില്ല. പറയേണ്ട ആള് പറയണൂല. ഈ നിലയ്ക്ക് പോയാ അവൻ എവിടെ ചെന്ന് നിൽക്കുവോ ആവോ. സരസ്വതി, നീയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ഈ കുടുംബം വഴിയാധാരമായി പോവും. കല്യാണം കഴിഞ്ഞതോടെയാ അവൻ ഇത്രയും മാറ്റം വന്നത് അല്ലേ? തലവിധി, അല്ലെങ്കിൽ പറ്റിപ്പോയ ഒരബദ്ധം. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും കേട്ടപ്പോ എന്റെ തൊലി ഉരിഞ്ഞു പോയി. ചേട്ടത്തി അനിയത്തിയും കൂടെ ഒരുമ്പെട്ട് ഇറങ്ങുക, പോലീസ് പിടിക്കുക. അങ്ങനൊരു കുടുംബത്തിൽ നിന്നാണല്ലോ സരസ്വതി നിന്റെ മോനൊരു ബന്ധം കിട്ടിയത്. ഏട്ടൻ എന്തൊക്കെയാ പറയുന്നത്? പോലീസ് പിടിച്ചത് സുഗുനല്ലേ?
അപ്പൊ നീ എന്തറിഞ്ഞോണ്ടാ ഇത്രയും നേരം സംസാരിച്ചത്? ഞാൻ മാലയുടെ കാര്യം. മാലയോ? ഏതു മാല? ഇത് അതൊന്നുമല്ല. നിന്റെ മരുമോളെയും അവളുടെ അനിയത്തിയും കൂടെ പണ്ട് പോലീസ് പിടിച്ചെന്ന്, അതും വ്യഭിചാരക്കുറ്റത്തിന്. നീ എന്തോ കേൾക്കാൻ നിൽക്കുക? കേറി പോടിയാത്ത്. വ്യഭിചാര കുറ്റത്തിനോ? ഏട്ടൻ എന്തൊക്കെയാ പറയുന്നത്? വിശ്വസിക്കാവുന്ന ചിലര് പറഞ്ഞറിഞ്ഞതാ കാര്യം. കേട്ടപ്പോ എനിക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഒരു കോളേജ് പ്രൊഫസറുടെ വിവരവും വിദ്യാഭ്യാസവും ഉള്ള മക്കള് അങ്ങനങ്ങ് വഴിതെറ്റി പോകുമെന്നൊക്കെ ഞാൻ സംശയിച്ചു. പക്ഷെ കേട്ടപ്പോ ചേച്ചിയും അനിയത്തിയും കൂടെ ശിവപുരം ബംഗ്ലാവിൽ ആരാണ്ടയുടെ കൂടെ പോയെന്നോ പോലീസ് റെയ്ഡ് ചെയ്ത് പിടിച്ചെന്നോ ഒക്കെയാ ഞാൻ അറിഞ്ഞത്. ഈ ശിവപുരം ബംഗ്ലാവേ അത്ര ശരിയായ സ്ഥലമല്ലെന്ന് സരസ്വതി കേട്ടിട്ടുണ്ടല്ലോ. എന്നിട്ട് അവളിവിടെ നിന്ന് ശീലാവതി ചമയുന്നത്. അവളെ ഞാൻ... സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. വിശ്വസിക്കാവുന്ന ചിലര് പറഞ്ഞറിഞ്ഞതാ കാര്യം. കേട്ടപ്പോ എനിക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഒരു കോളേജ് പ്രൊഫസറുടെ വിവരവും വിദ്യാഭ്യാസവും ഉള്ള മക്കള് അങ്ങനങ്ങ് വഴിതെറ്റി പോകുമെന്നൊക്കെ ഞാൻ സംശയിച്ചു. പക്ഷെ കേട്ടപ്പോ ചേച്ചിയും അനിയത്തിയും കൂടെ ശിവപുരം ബംഗ്ലാവിൽ ആരാണ്ടയുടെ കൂടെ പോയെന്നോ പോലീസ് റെയ്ഡ് ചെയ്ത് പിടിച്ചെന്നോ ഒക്കെയാ ഞാൻ അറിഞ്ഞത്. ഈ ശിവപുരം ബംഗ്ലാവേ അത്ര ശരിയായ സ്ഥലമല്ലെന്ന് സരസ്വതി കേട്ടിട്ടുണ്ടല്ലോ. എന്നിട്ട് അവളിവിടെ നിന്ന് ശീലാവതി ചമയുന്നത്. അവളെ ഞാൻ... സത്യാണോടി ഞാൻ ഈ കേട്ടതല്ല? എന്താ അമ്മേ? നിന്നെ നിന്റെ അനുജത്തെയും കൂടി വ്യഭിചരിച്ച് നടന്നതിന് പോലീസ് പിടിച്ചോ? എടി പിടിച്ചോന്ന്. അമ്മേ, അത് എന്നെ അമ്മയെന്ന് വിളിക്കരുത്. നിന്റെ പുഴുത്ത നാവുകൊണ്ട് അങ്ങനെ വിളിച്ച കൊല്ലും നിന്നെ ഞാൻ. എന്തായിരുന്നടി നിന്റെ അഹങ്കാരം? ഓ, ഇത്രയും വൃത്തികെട്ടവളെയാണല്ലോ ദൈവമേ നീ എന്റെ മോന്റെ തലയിൽ കെട്ടിവെച്ചത്. അമ്മേ, ഞാൻ പറയുന്നത് കേക്ക്. ഞാനും എന്റെ അനിയത്തി ഒരു തെറ്റും ചെയ്തിട്ടില്ല. മനസ്സറിയാത്ത കുറ്റത്തിന് ഞങ്ങൾ ശിക്ഷിക്കപ്പെട്ടത്. കേൾക്കണ്ട എനിക്ക്. വ്യഭിചരിച്ചതിന് പോലീസ് പിടിച്ചാണോടി അറിയാത്ത കുറ്റം. ഇപ്പൊ ഇറങ്ങിക്കോണേ വീട്ടിൽ നിന്ന്. ഇറങ്ങടി, ഇറങ്ങ. സരസ്വതി, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എന്താ നീ കാണിക്കുന്നേ? ഏട്ടൻ മിണ്ടരുത്. ഇവളി പടി കയറി വന്നപ്പോ തുടങ്ങിയതാ ഇവിടുത്തെ കഷ്ടകാലം. പിഴച്ചവള്. ഇത്ര നാള് ശീലാവതി ചമഞ്ഞ് നീ ഞങ്ങളെ കബളിപ്പിക്കായിരുന്നു അല്ലേടി? എന്ത് തെറ്റാണ് നിന്നോട് ഞങ്ങൾ ചെയ്തത്? സരസ്വതി, മതി, ഒന്ന് നിർത്ത്. വെറുതെ അയൽക്കാരെ കൂടെ അറിയിക്കണ്ട. അറിയട്ടെ, ഈ നാട് മുഴുവനും അറിയട്ടെ. ഇവളുടെ തന്ത ആ പ്രൊഫസറുടെ തനിനിറം. ഇത്രയൊക്കെ നടന്നിട്ടും പകൽമാനിനെ നടക്കുന്നില്ലേ അയാൾ? ഉളുപ്പില്ല നാട് മുഴുവൻ വ്യഭിചരിച്ചു കിടന്ന് നിന്നെ എന്റെ മോന്റെ തലയിൽ കെട്ടിവെച്ച നിന്റെ തന്ത എനിക്കൊന്ന് കാണണം. എന്റെ കുഞ്ഞിന്റെ ജീവിതം തകർത്തില്ലേടി നീ? അവനിതറിയുമ്പോ എന്റെ കുഞ്ഞിന്റെ ചങ്ക് തകർന്നു പോവും. അവനിങ്ങ് തിരിച്ചു വരുന്നതിന് മുമ്പ് ഇറങ്ങിക്കോണേ ഇവിടുന്ന്. ഇറങ്ങിപ്പോടി. എല്ലാം മറച്ചു വെച്ച് ചതിക്കായിരുന്നില്ലേടി നീ ഇതുവരെ എന്റെ മോനെ പോലും? ഇല്ല, ഞാൻ ചതിച്ചിട്ടില്ല ആരെ. നടന്നതല്ല അറിഞ്ഞു തന്നെയാ സുഖേട്ടൻ എന്നെ കെട്ടിയത്. സുഖേട്ടൻ അറിയല്ല. കള്ളം, പച്ച കള്ളം നീ പറയുന്ന. സുഖുവിന് അറിയായിരുന്നു പോലും. അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു. എനിക്കറിയാം എന്റെ അനിയനെ. സത്യ ഞാൻ പറഞ്ഞത്. എന്നെ വിശ്വസിക്കണം. ഇനി നിർത്താറായില്ലേടി നിന്റെ അഭിനയം? ചതിച്ചു കളഞ്ഞില്ലേടി നീ ഞങ്ങളെ? ഇനിയൊരു നിമിഷം നീ ഇവിടെ നിൽക്കരുത്. സരസ്വതി, വേണ്ട. ഇപ്പൊ തിരക്കിട്ടൊരു തീരുമാനം എടുക്കണ്ട. സുഖു വരട്ടെ. എല്ലാം അവനറിയാവുന്നല്ലേ പറഞ്ഞത്. അത് സത്യമാണെങ്കിൽ... എന്ത് സത്യം? അവനൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. അഴിഞ്ഞാടി നടന്ന് ഒരുത്തിയെ കെട്ടിക്കൊണ്ടുവരാൻ മാത്രം പൊട്ടനൊന്നുമല്ല അവൻ. അത് അവനോട് തന്നെ നമുക്ക് ചോദിക്കാം. എന്നിട്ട് എന്താ വേണ്ടതെന്ന് അവൻ തന്നെ തീരുമാനിക്കട്ടെ. ഇങ്ങോട്ട് വിളിച്ച് കയറ്റി കൊണ്ടുവന്നവൻ തന്നെ ആട്ടി പടിയിറക്കട്ടെ.
എന്താണ് ആള് അനക്കൊന്നുമില്ല ഇവിടെ, ഒരുമാതിരി ചത്ത വീട് പോലെ. ചോദിച്ച കേട്ടില്ലേ? അമ്മേ, ആ ഇവിടെ ഉണ്ടായിരുന്നു. ഫീസ് അടച്ചോടി? ആ അടച്ചു. ചേച്ചി പോയ അമ്മേ? ഞാനിവിടെ ഉണ്ട്. അല്ല, ഇന്ന് പോന്ന് പറഞ്ഞിരുന്നു, അതാ ചോദിച്ചത്. ഇതെന്താ എല്ലാരും ഇങ്ങനെ എന്നെ ആദ്യമായിട്ട് കാണുന്ന പോലെ? കണ്ടപ്പോ തോന്നിക്കാണും ഇതുവരെ കാണാത്ത ഒരാളാണെന്ന്. ആ, അമ്മാവനുണ്ടായിരുന്നോ? അപ്പൊ എല്ലാരും ആയി. ആയില്ലല്ലോ മോനെ, ഒന്നുകൂടെ എണ്ണി നോക്ക്. ഈ കൂട്ടത്തിലില്ലാത്ത ഒരാൾ കൂടി വീട്ടിലുണ്ടോ എന്ന്. അതെന്താ മറന്നുപോയോ? അതോ അങ്ങനെ എണ്ണാനും കൂട്ടാനും മാത്രം ഇല്ലാന്ന് തോന്നിയോ? ആ, അവളിവിടെ ഉണ്ടാവും എനിക്കറിയാം. പിന്നെ എന്തൊക്കെ അറിയാം അവളെ കുറിച്ച്? അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പിന്നെ എങ്ങനെ സംസാരിക്കണം? സുഖു, ഇനി ഞങ്ങളിൽ നിന്നൊന്നും മറച്ചു വെക്കാൻ ശ്രമിക്കരുത്. എന്ത് മറച്ചു വെച്ചു എന്നാ? ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കരുത് സുഖു. എന്താ നിങ്ങക്ക് അറിയണ്ടത്? കല്യാണിയെ കുറിച്ച് എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നീ വിവാഹത്തിന് സമ്മതിച്ചതെന്ന്. അതെ. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ അവളെ വിവാഹം ചെയ്തത്. ഓഹോ, അപ്പൊ രണ്ടുപേരും ചേർന്നുള്ള കളിയായിരുന്നു ഞങ്ങളെ വിട്ടികളാക്കാൻ. ഞാൻ ആരെയും വിഡ്ഢികളാക്കിയിട്ടില്ല. നിനക്ക് എന്നോടെങ്കിലും ഒന്ന് പറയായിരുന്നില്ലേടാ? നിന്നെ പെറ്റ തള്ളയല്ലേ ഞാൻ. അങ്ങനെ പറയാൻ മാത്രമുള്ളൊരു വിശേഷമായി എനിക്കത് തോന്നിയിട്ടില്ല. സത്യാവസ്ഥ അറിഞ്ഞപ്പോ അവൾ നിരപരാധിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഓ, സത്യാവസ്ഥ! നീ മാത്രം വിശ്വസിക്കുന്ന ഒരു സത്യാവസ്ഥ ആര് വിശ്വസിക്കുന്നതൊക്കെ? വേണ്ട, ആരും വിശ്വസിക്കണ്ട. എനിക്ക് എന്നെ മാത്രം ബോധ്യപ്പെടുത്തിയാൽ മതി. അങ്ങനെ ഒരു ബോധ്യം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെയാ ഞാൻ അവളെ വിവാഹം ചെയ്തത്. എന്ന് പറഞ്ഞാ മറ്റൊന്നും ആലോചിക്കാതെയുള്ള ഒരു ത്യാഗം ചെയ്യലായിരുന്നു എന്ന് സാരം. ആർക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. പക്ഷെ ഈ നിമിഷം വരെ അവൾക്ക് വേണ്ടി ഞാൻ ചെയ്തൊരു ത്യാഗമായിരുന്നു ആ വിവാഹം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തൊരു ത്യാഗമായിരുന്നു അത്. ഒരു സുപ്രഭാതത്തിൽ കിട്ടുന്ന 3 ലക്ഷം രൂപയും 100 പവനും ഒരു ചെറിയ തുകയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്നെ മാത്രമല്ലല്ലോ, താഴെ 2 കാര്യം കൂടി ഞാൻ നോക്കണ്ടേ? അതിനുവേണ്ടി ഞാൻ ഈ ത്യാഗം ചെയ്തത്. അതിനു വേണ്ടി എന്റെ മോൻ ഇങ്ങനൊരു വിഴുപ്പ് പാടിന ചുമലിലേറ്റേണ്ടിയിരുന്നില്ല. ഭാരം തോന്നാത്തോടത്തോളം കാലം ചുമലിരിക്കുന്ന വിഴുപ്പാണോ വിശുദ്ധിയാണോ എന്ന് ഞാൻ ആലോചിക്കാറില്ല. പക്ഷേ ഞങ്ങൾക്ക് ആലോചിക്കണമല്ലോ. നീ ഈ പറയുന്ന നിന്റെ ഈ കുടുംബത്തിന് കെട്ടിച്ചേക്കാൻ ഇനി 2 കൂടിയുണ്ട്. അവരുടെ ജീവിതത്തിൽ ഇതൊരു പ്രശ്നമാവാൻ ഞാൻ സമ്മതിക്കില്ല. നിന്റെ വിശ്വാസവും ബോധ്യപ്പെടലും ഒക്കെ നിന്റെ മാത്രം ഒരു പ്രശ്നമാവാതെ പോകുന്നത് ഇവിടെയൊക്കെയാ. എല്ലാം തീരുമാനിച്ചുറപ്പിച്ചപ്പോ അതൊന്നും നീ ആലോചിച്ചില്ല. അവിടെയാ നിനക്ക് തെറ്റുപറ്റിയത്. ഈ ഒരു തെറ്റിന് എന്ത് ശിക്ഷയാണാവോ ഞാൻ ഏറ്റുവാങ്ങേണ്ടത്? വിധിക്കാം. എനിക്ക് എന്റെ മക്കളുടെ ഭാവിയാണ് വലുത്. സന്തോഷവും സമാധാനം നിറഞ്ഞൊരു ജീവിതമാണ് അവർക്ക് ആവശ്യം. അതിന് തടസ്സം നിൽക്കുന്ന യാതൊന്നും ഇവിടെ ഉണ്ടാവരുത്. അതിന് ഞാൻ അനുവദിക്കില്ല. മനസ്സിലായില്ല? മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞ കല്യാണി ഇനി ഇവിടെ വേണ്ട.